ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 73 ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് 74ാമത്തെ ദശകമാണ്. 74ാമത്തെ ദശകം ഭഗവാന്റെ മധുരാപുരി പ്രവേശാണ്. നമ്മൾ കഴിഞ്ഞ ദശകത്തിലെ മധുരാപുരി യാത്രയാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ ദശകത്തിലെ മധുരാപുരി പ്രവേശാണ്. അതായത് ഭഗവാന്റെ സ്വന്തം മാതാപിതാക്കളുടെ അടുത്ത് തന്നെ തിരികെ എത്തിയിരിക്കുകയാണ്. അടുത്ത ദശകം 75ാമത്തെ ദശകം കംസവധവുമാണ്. അപ്പോ ഈ ദശകത്തിലാകെ 10 ശ്ലോകങ്ങളാണുള്ളത്. എല്ലാ ശ്ലോകങ്ങളും ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ചൊല്ലിത്തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം സംപ്രാപ്തോ മധുരാം ദിനാർദ്ധവിഗമേ തത്രാന്തരസ്മിൻ വസന്നാരാമേ വിഹിതാശന സഖിജനൈര്യാത പുരീമീക്ഷിതും പ്രാപോ രാജപദം ചിരശ്രുതിധൃതവ്യാലോക കൗതൂഹല സ്ത്രീ പുംസോദ്യത ഗണ്യ പുണ്യനികളൈരാകൃഷ്യമാണോനു കിം സംപ്രാപ്തോ മധുരാം ദിനാർദ്ധവിഗമേ തത്രാന്തരസ്മിൻ വസന്നാരാമേ വിഹിതാശന സഖിജനൈര്യാത പുരീമീക്ഷിതും പ്രാപോ രാജപദം ചിരശ്രുതിധൃതവ്യാലോക കൗതൂഹല സ്ത്രീ പുംസോദ്യത ഗണ്യ പുണ്യനികളൈരാകൃഷ്യമാണോനു കിം. 74ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ഏതാണ്ട് ഉച്ച സമയമായപ്പോൾ മധ്യാഹ്നമായ സമയത്ത് അവര് മധുരാപുരിയിലെത്തി. അവിടുത്തെ ഉദ്യാനത്തില് ഭഗവാനും കൂട്ടുകാരൻ ഗോപന്മാരൊക്കെ കൂടെ വന്നിട്ടുണ്ട് അല്ലെ. വേറെ പല വണ്ടികളിലായിട്ട് വന്നിട്ടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു. അപ്പൊ അവരെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് ആ നഗരം, അതായത് മധുരാപുരി, ഭഗവാൻ ജനിച്ച സ്ഥലമാണ് അല്ലെ, ആ മധുരാപുരി കാണാനായിട്ട് കൂട്ടുകാരും ഒത്ത് പുറപ്പെട്ടു. അപ്പോ ഈ മധുരയിലുള്ള സ്ത്രീജനങ്ങളും പുരുഷന്മാരും ഒക്കെ, അവിടെയുള്ള ജനങ്ങളൊക്കെയും വളരെ കാലമായിട്ട് കണ്ണനെ കുറിച്ച് കേട്ടിട്ട് കണ്ണനെ കാണാൻ അതിയായി മോഹിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുകയാണ് കണ്ണനെ എപ്പോഴാണ് കാണാൻ കഴിയുക. കണ്ണനെ കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അക്രൂരന് പോലും കംസനെ ഭയന്ന് ഇത്രയും കാലം ഈ ആഗ്രഹം ഉള്ളിൽ അടക്കി ഇരിക്കേണ്ടി വന്നു. അപ്പൊ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പൊ അവര് ഭഗവാനെ കാണാൻ വല്ലാത്ത ആകാംക്ഷയും കൊതിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളവരുടെ മുമ്പിലേക്കാണ് കണ്ണനീ പോണത്. അപ്പോ അവരുടെ ആഗ്രഹ സാഫല്യമാണ് ഇവിടെ നടക്കുന്നത്, അവരുടെ പുണ്യമാണ് അത് എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. അപ്പൊ ഭട്ടതിരിപ്പാട് ഇവിടെ വേറൊരു ഉപമയും കൂടെ കൊടുക്കുന്നുണ്ട്. പുണ്യമാകുന്ന ചങ്ങലകൾ കൊണ്ട് വലിക്കപ്പെട്ടവൻ എന്ന പോലെ ആ നഗരവീതിയിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു, കണ്ണൻ സഞ്ചരിച്ചു എന്ന് പറയുന്നത്. അതായത് ഈ മധുരയിലെ ജനങ്ങളുടെ പുണ്യമുണ്ട്, ആ പുണ്യം കൊണ്ടുള്ള ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവൻ എന്ന പോലെ അവർ ആർക്കൊക്കെയാണോ കാണാൻ ആഗ്രഹം അവരുടെ മുമ്പിലൊക്കെ കൂടെ ഇങ്ങനെ ഭഗവാൻ നടക്കുകയാണ്. അത് അവരുടെ പുണ്യാണ്. അപ്പൊ അതാണ് പുണ്യമാകുന്ന ചങ്ങലകൾ കൊണ്ട് വലിക്കപ്പെട്ടവൻ എന്നതുപോലെ ഭഗവാൻ ആ നഗരവീഥികളിലൂടെ സഞ്ചരിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഏതാണ്ട് മധ്യാഹ്ന സമയമായപ്പോൾ ഭഗവാൻ മധുരാപുരിയിലെത്തി. കൂട്ടുകാരുമൊത്ത് അവിടുത്തെ ഉദ്യാനത്തിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അല്പം വിശ്രമിച്ചതിന് ശേഷം നഗരം കാണാനായി ഇറങ്ങി. അവിടെയുള്ള ജനങ്ങളൊക്കെയും ഭഗവാനെ കുറിച്ച് കേട്ടത് മുതൽ ഭഗവാനെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്ന പുണ്യവാന്മാരും പുണ്യവതികളുമായിരുന്നു. അപ്പോൾ അവരുടെ പുണ്യമാകുന്ന ചങ്ങലകൾ കൊണ്ട് വലിക്കപ്പെട്ടവൻ എന്ന പോലെ അവരുടെ മുൻപിലൂടെ ഭഗവാൻ കൂട്ടുകാരോടൊപ്പം നഗരവീതിയിലൂടെ ഇങ്ങനെ നടന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം. ത്യുദിവത്സരാഗസുഭഗാസ്ത്വന്മൂർത്തിവത് യോഷിത
സംപ്രാപ്താ വിലസത്പയോധരരുചോ ലോലാഭവദൃഷ്ടിവത് ഹാരിണ്യസ്ത്വതുരസ്ഥലീവദയിതേ മന്ദസ്മിത പ്രൗഢിവന്നൈർമല്യോല്ലസിത കചൗകരുചിവത് രാജത് കലാപാശ്രിതാം त्वत्पादद्युतिवत्सरागसुभगास्त्वन्मूर्तिवद्योषित सम्प्राप्ता विलसत्पयोधररुचो लोलाभवदृष्टिवत् हारिण्यस्त्वतुरस्थलीवदयिते मन्दस्मित പ്രൗഢിവന്നൈർമല്യോല്ലസിതാ കചൗകരുചിവത് രാജത് കലാപാശ്രിതാം. രണ്ടാമത്തെ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് ഭഗവാനെയും അവിടെയുള്ള മധുരാപുരിയിലെ സ്ത്രീകളെയും സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് രചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിൽ പറയുന്നത് എന്താണെന്നറിയോ? ആദ്യം ഭഗവാന്റെ പാദങ്ങള് ചുവന്ന പ്രകാശം പരത്തുന്നവയാണ്. അതുപോലെ തന്നെ അനുരാഗവതികളും സുന്ദരികളുമായിട്ടുള്ള സ്ത്രീകളാണ് മധുരാപുരിയിലുള്ളത്. പിന്നെ പറയുന്നത് ഭഗവാന്റെ ശരീരം മേഘകാന്തിയുള്ളതാണ്. അതുപോലെ തന്നെ മനോഹരങ്ങളായിട്ടുള്ള പയോധരങ്ങൾ അല്ലെങ്കിൽ കുജങ്ങളാണ് അവിടത്തെ സ്ത്രീകൾക്കുള്ളത്. അടുത്തത് പറയുന്നത് ഭഗവാന്റെ മാറിടം എപ്രകാരമാണോ മാലകളും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീകള് അവരുടെ മനോഹാരിത കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്നവരാണ് എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് ഭഗവാന്റെ പുഞ്ചിരിയാണ്. ഭഗവാന്റെ പുഞ്ചിരി വളരെയധികം പരിശുദ്ധമാണ്, അല്ലെ? വളരെ നിർമ്മലമായിട്ടുള്ള പുഞ്ചിരിയാണ് ഭഗവാന്റേത്. അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീകളും പരിശുദ്ധകളാണ് എന്ന് പറയുന്നു. ഭഗവാന്റെ കണ്ണ്, ദൃഷ്ടി അതിങ്ങനെ ചലിക്കുന്നവയാണ്, സദാസമയം ചലിക്കുന്നവയാണ്. ആ ഭഗവാനിൽ ദൃഷ്ടി പതിപ്പിക്കുവാൻ അല്ലെങ്കിൽ ആ ഭഗവാനെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ. ഭഗവാന്റെ ദൃഷ്ടി അങ്ങനെയുള്ളതാണ്. ഭഗവാനെ ദൃഷ്ടിയിൽ കാണാൻ അല്ലെങ്കിൽ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ആ സ്ത്രീകള്. ഭഗവാൻ മുടിയില് മയിൽപ്പീലി അണിഞ്ഞിരിക്കുന്നു. ആ സ്ത്രീകള് മനോഹരമായിട്ടുള്ള ആഭരണങ്ങളും അണിഞ്ഞിരിക്കുന്നു. എന്നിങ്ങനെ ഭഗവാനെയും മധുരാപുരിയിലെ സ്ത്രീകളെയും സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് ഭട്ടതിരിപ്പാട് രണ്ടാമത്തെ ശ്ലോകം എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. മധുരാപുരിയിലെ സ്ത്രീകളെയും ഭഗവാനിലും കാണുന്ന സാദൃശ്യങ്ങൾ പറയുകയാണ് ഭട്ടതിരിപ്പാട് രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ. അപ്പോൾ ആദ്യം പറയുന്നത് ഭഗവാന്റെ പാദങ്ങള് ചുവപ്പ് പ്രകാശം പരത്തുന്നവയാണ്. അതുപോലെ തന്നെ അനുരാഗവതികളും സുന്ദരികളുമാണ് അവിടുത്തെ സ്ത്രീകൾ. ഭഗവാന്റെ ശരീരം മേഘകാന്തി ഉള്ളവയാണ്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള പയോധരങ്ങൾ ഉള്ളവരാണ് അവിടത്തെ സ്ത്രീകൾ. ഭഗവാൻ മാറിൽ ശോഭയാർന്ന തിളക്കമാർന്ന ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നു. അണിഞ്ഞ് ഏവരെയും ആകർഷിക്കുന്നത് പോലെ തന്നെ അവിടെയുള്ള സ്ത്രീകൾ അവരുടെ മനോഹാരിത കൊണ്ട് ആരെയും ആകർഷിക്കുന്നവരാണ്. ഭഗവാന്റെ ദൃഷ്ടി ഇങ്ങനെ ഇളകുന്ന ദൃഷ്ടിയാണെങ്കിൽ ആ ഭഗവാനെ കാണാനായി അതിയായി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭഗവാനിൽ ദൃഷ്ടി പതിപ്പിക്കാൻ കാത്തിരിക്കുന്നവരാണ് ആ സ്ത്രീകൾ. ഭഗവാന്റെ പുഞ്ചിരി വളരെ പരിശുദ്ധവും നിർമ്മലവുമാണ്. അതുപോലെ തന്നെയാണ് അവിടെയുള്ള സ്ത്രീകളും വളരെ പരിശുദ്ധകളാണ്. ഭഗവാൻ മുടിയിൽ മയിൽപീലി അണിഞ്ഞ് അലങ്കരിച്ചിരിക്കുന്നുവെങ്കിൽ അവർ ആഭരണങ്ങൾ അണിഞ്ഞ് സ്വയം അലങ്കരിച്ചിരിക്കുന്നവരാണ് എന്ന് പറയുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. താസാമാകലയന്ന പാംഗവലനൈർമോദം പ്രഹർഷാദ്ഭുത വ്യാലോലേഷു ജനേഷു തത്ര രജകം കഞ്ചിത് പടീം പ്രാർത്ഥയൻ കസ്തേ ധാസ്യതി രാജകീയവസനം യാഹീതി തേനോദിത സദ്യസ്തസ്യ കരേണ ശീർഷമഹൃത സോപ്യാപ പുണ്യാം ഗതിം. താസാമാകലയന്ന പാംഗവലനൈർമോദം പ്രഹർഷാദ്ഭുത വ്യാലോലേഷു ജനേഷു തത്ര രജകം കഞ്ചിത് പടീം പ്രാർത്ഥയൻ.
കസ്തേ ദാസ്യതി രാജകീയവസനം യാഹീതി തേനോദിത സദ്യസ്തസ്യ കരേണ ശീർഷമഹൃത സോപ്യാപ പുണ്യാം ഗതിം. മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ഭഗവാനും ബലരാമനും ഗോപന്മാരും ഒക്കെ കൂടി ഇങ്ങനെ നടക്കാണ്. ഇരുവശത്തുമായിട്ട് നഗരവീഥികളില് ഭഗവാനെ കണ്ടിങ്ങനെ സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. ആ സ്ത്രീകളെയാണ് ഭട്ടതിരിപ്പാട് കഴിഞ്ഞ ശ്ലോകത്തില് വർണ്ണിച്ചത് കേട്ടോ. അപ്പൊ ആ സ്ത്രീകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സ്ത്രീകൾക്ക് നേരെയൊക്കെ പ്രേമാർദ്രമായ തന്റെ നോട്ടം ഭഗവാൻ നൽകി. അങ്ങനെ മനോഹരമായിട്ടുള്ള നോട്ടം നൽകി അവരെയൊക്കെ സന്തോഷിപ്പിച്ചു. അങ്ങനെ അവിടെയുള്ള ജനങ്ങളൊക്കെ ആകെ ഒന്ന് ഇളകി അവരവരുടെ സ്ഥാനം പിരിഞ്ഞു പോയി. എന്ന് വെച്ചാൽ അവരൊക്കെ ഇങ്ങനെ കൃഷ്ണനെ കാണാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അവരൊക്കെ കണ്ടു, ഭഗവാനെ കണ്ടു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഒന്ന് ഇളകി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കംസന്റെ രജകൻ, അതായത് വസ്ത്രങ്ങൾ അലക്കുന്ന ആള്, അത് കംസനെ പോലെ തന്നെ, കംസന്റെ ആളാണല്ലോ, അപ്പൊ കംസനെ പോലെ തന്നെ നിന്ദ്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അയാള് തുണികളും കൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഭഗവാൻ അയാളോട് വസ്ത്രങ്ങൾ യാചിച്ചു എന്നാ പറഞ്ഞത്. അതായത് ഭഗവാന് യാചിക്കേണ്ട കാര്യമില്ല, എങ്കിലും ഭഗവാൻ യാചിക്കുന്ന പോലെയാണ് അവരോട് ചോദിച്ചത്. അപ്പൊ ആരാണ് രാജകീയ വസ്ത്രമൊക്കെ നിനക്ക് തരുന്നത് എന്നിങ്ങനെ പുച്ഛിച്ച് തള്ളി. ഒറ്റ കൈ കൊണ്ട് ഒരൊറ്റ പ്രഹരത്തിന് അവന്റെ തല അടിച്ചു കളഞ്ഞു എന്നാ പറയണത് ഭട്ടതിരിപ്പാട്. അങ്ങനെ അടിച്ചു കളഞ്ഞു. ആ വസ്ത്രങ്ങളിൽ നിന്ന് തന്നെ തനിക്കും ജ്യേഷ്ഠനും ബാക്കിയുള്ള വസ്ത്രങ്ങളെ ഗോപന്മാർക്കും ഭഗവാൻ നൽകി എന്നും മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. നഗരവീഥികളിൽ ഇരുവശത്തുമായി തങ്ങളെ കാണാനായി കാത്തു നിന്നിരുന്ന സ്ത്രീകൾക്ക് നേരെ പ്രേമാർദ്രമായിട്ടുള്ള നോട്ടങ്ങൾ എറിഞ്ഞു കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു. അങ്ങനെ മധുരാപുരിയിലെ ജനങ്ങൾ ആകെ മൊത്തം ഒന്ന് ഇളകി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കംസന്റെ രജകൻ അവിടെ വസ്ത്രങ്ങൾ അലക്കി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവനോട് വസ്ത്രം യാചിച്ചു ഭഗവാൻ. എന്നാൽ കംസന്റെ ഭൃത്യനായത് കൊണ്ട് തന്നെ അഹങ്കാരിയായിരുന്നു അയാള്. അയാള് പറഞ്ഞു, ആരാണ് രാജകീയ വസ്ത്രം നിനക്ക് തരാൻ പോകുന്നത് എന്ന്. ആ മറുപടി ഒട്ടും തന്നെ ഭഗവാൻ രസിച്ചില്ല. ഭഗവാൻ ഒറ്റ അടിക്ക് തല തകർത്ത് കളഞ്ഞു അവന്റെ എന്നാ പറയുന്നത്. എന്നിട്ട് ആ രാജകീയ വസ്ത്രങ്ങള് കൃഷ്ണനും ബലരാമനും എടുത്ത് ബാക്കിയുള്ളത് ഗോപന്മാർക്ക് കൊടുത്തു എന്ന് പറയുന്നു. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം. ഭൂയോ വായകമേകമായ തമതിം തോഷേണ വേഷോചിതം ദാശ്വാംസം സ്വപതം നിനേത സുകൃതം കോ വേദ ജീവാത്മനാം മാലാഭിസ്തവൈരപി പുനർമാലാകൃതാ മാനിതോ ഭക്തിം തേന വൃഥാം ദിദേശിത പരാം ലക്ഷ്മീം ച ലക്ഷ്മീപതേ. ഭൂയോ വായകമേകമായ തമതിം തോഷേണ വേഷോചിതം ദാശ്വാംസം സ്വപതം നിനേത സുകൃതം കോ വേദ ജീവാത്മനാം മാലാഭിസ്തവൈരപി പുനർമാലാകൃതാ മാനിതോ ഭക്തിം തേന വൃതാം ദിദേശിത പരാം ലക്ഷ്മീം ച ലക്ഷ്മീപതേ. നാലാമത്തെ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് ഭഗവാൻ അങ്ങനെ രണ്ടുപേരെയും കൂടി കാണുകയാണ്. ഒരു നെയ്ത്തുകാരനെയും ഈ പൂമാലകളൊക്കെ ഉണ്ടാക്കില്ലേ അങ്ങനെയുള്ള ഒരാളെയും ഭഗവാൻ കാണുകയാണ്. അപ്പൊ ഈ അലക്കുകാരൻ കംസന്റെ ഭൃത്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അഹങ്കാരം പ്രവർത്തിച്ചു. അവന് ഉചിതമായിട്ടുള്ള മറുപടിയും ഭഗവാൻ കൊടുത്തു. അപ്പൊ നെയ്ത്തുകാരനെ കണ്ടപ്പോൾ ആ നെയ്ത്തുകാരൻ കൂർമ്മ ബുദ്ധി ഉള്ളവനാണ് എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. അങ്ങനെ കൂർമ്മ ബുദ്ധിയുള്ള ആ നെയ്ത്തുകാരൻ ബലരാമന്റെയും കൃഷ്ണനെയും നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കി. ഇവര് അവതാര പുരുഷന്മാരാണ് എന്ന് നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളല്ല, അതിൽ കവിഞ്ഞുള്ള ശോഭയും ഐശ്വര്യവും ഒക്കെ ഇവരെ കാണുമ്പോ ഉണ്ടാവും. അത് മനസ്സിലാക്കണമെങ്കിൽ അതിന് മാത്രമുള്ള ബുദ്ധി ഉണ്ടാവുകയും കൂടി വേണം. അപ്പൊ അങ്ങനെ കൂർമ്മ ബുദ്ധിയുള്ളവനാണെന്ന് ഭട്ടതിരിപ്പാട് അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ പറഞ്ഞത്. ഭഗവാനെയും ബലരാമനെയും കണ്ടപ്പോ, രാമകൃഷ്ണന്മാരെ കണ്ടപ്പോ ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കി ഇവരെ അവതാര പുരുഷന്മാരാണ് എന്ന്. അപ്പൊ അവർക്ക് അവരുടെ വേഷത്തിന് അല്ലെങ്കിൽ അവരുടെ രൂപത്തിന് അനുസരിച്ചുള്ള പട്ടുവസ്ത്രങ്ങൾ നൽകി അവർക്ക് വേണ്ട ബഹുമാനങ്ങളൊക്കെയും ആ നെയ്ത്തുകാരൻ കൊടുത്തു.
അപ്പൊ അതിന് ഭഗവാൻ അവർക്ക് ആ നെയ്ത്തുകാരന് സാരൂപ്യ മുക്തി നൽകി എന്നാണ് പറയുന്നത്. വൈകുണ്ഠത്തെ പ്രാപിക്കാനുള്ള മുക്തി നൽകി അനുഗ്രഹിച്ചു. പിന്നീട് അവിടുന്ന് ഒരു മാലക്കാരനെയാണ് കാണുന്നത്. പൂമാലകളൊക്കെ ഉണ്ടാക്കുന്ന മാലക്കാരൻ. അദ്ദേഹത്തിന് വലിയ ബുദ്ധി കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ എങ്കിലും ഇവരെ കണ്ടപ്പോൾ ഇവരോട് ബഹുമാന പുരസ്സരാണ് അയാൾ ഇടപഴകിയതും അവർക്ക് വേണ്ടുന്ന മാലകളും പൂങ്കുലകളും ഒക്കെ സമ്മാനമായിട്ട് കൊടുത്ത് ഭഗവാനെ സ്തുതിച്ചു. അപ്പൊ ഭഗവാൻ ആ മാലക്കാരന് കൊടുത്തത് എന്താണെന്നറിയാമോ? കൊടുത്ത വരം എന്താണെന്നറിയാമോ? എന്നും നിരന്തരമായിട്ടുള്ള ഭഗവത് ഭക്തി ഉണ്ടാവാനായിട്ട് അനുഗ്രഹിച്ചു. എന്നിട്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി എന്ന് പറയുന്നു. അപ്പൊ സ്ഥിരമായിട്ടുള്ള ഭഗവത് ഭക്തി ഉണ്ടാവുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലായില്ലേ? ഭഗവാന് മേൽ ഭക്തി ഉണ്ടാവണമെങ്കിൽ അതും ഭഗവാൻ തന്നെ വിചാരിക്കണം. ആ ഭക്തി കിട്ടുക എന്ന് പറയുന്നത്, ഭഗവാനോടുള്ള ഭക്തി ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഒരു പുണ്യം നിറഞ്ഞ കാര്യമാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ് അല്ലെ? ഭഗവാനോടുള്ള ഭക്തി നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നു. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് നിരന്തരമായിട്ടുള്ള ഭഗവത് ഭക്തിന്ന്. നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഓരോ കാലങ്ങൾ മാറുമ്പോൾ ചില സമയത്ത് നമുക്ക് ഭക്തി നമ്മളിൽ നിന്നും വിട്ടുപോവാം. ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ വലിയ ഭക്തനായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു തിരിച്ചടി എനിക്ക് ഉണ്ടായതിനു ശേഷം ഞാൻ ഇപ്പോ നിരീശ്വരവാദിയാണ് എന്നൊക്കെ പറയണ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ആ ഭക്തി നിരന്തരമായിട്ടുള്ള ഭക്തിയല്ലല്ലോ, അത് കണ്ടീഷണൽ ആണ് അല്ലെ? ഇന്നൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ ചിലവരുടെ ഭക്തി അങ്ങനെയാണ്, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്തിയാണ്. അപ്പൊ അത് നിരന്തരമായിട്ടുള്ള ഭക്തിയല്ല. അങ്ങനെ എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടെങ്കിൽ അത് ഭഗവാൻ ഉണ്ടാക്കിയതല്ല, നമ്മുടെ തന്നെ കർമ്മഫലമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി നമുക്ക് ഉണ്ടാവണം. അതും ഭഗവാൻ തന്നെ അനുഗ്രഹിച്ച് തന്നാലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഏറ്റവും നല്ല അനുഗ്രഹം കിട്ടിയത് ആ മാലക്കാരനാണ്. നിരന്തരമായിട്ടുള്ള ഭഗവത് ഭക്തി ഉണ്ടാവും എന്ന് ഭഗവാൻ പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. മാത്രല്ല എല്ലാവിധ ഐശ്വര്യങ്ങളും അവന് നൽകി എന്ന് പറയുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ 4-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ഭഗവാൻ യാത്രാമധ്യേ ഒരു നെയ്ത്തുകാരനെ കാണുകയാണ്. കൂർമ്മ ബുദ്ധിയുള്ള ആ നെയ്ത്തുകാരൻ ഒറ്റ നോട്ടത്തിൽ തന്നെ രാമകൃഷ്ണന്മാർ അവതാര പുരുഷന്മാരാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് ഉതകുന്ന അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം നല്ലതായി തോന്നുന്ന പട്ടുവസ്ത്രങ്ങളൊക്കെയും ദാനം കൊടുത്ത്, പട്ടുവസ്ത്രങ്ങളൊക്കെയും നൽകി, അവർക്ക് വേണ്ടുന്ന ബഹുമാനങ്ങളൊക്കെയും കൊടുത്ത് അവരെ സ്വീകരിച്ചു. ആ ആ ഭക്തന് ഭഗവാൻ സാരൂപ്യ മുക്തി നൽകി അനുഗ്രഹിച്ചു. പിന്നീട് ഒരു മാലക്കാരനെയാണ് കാണുന്നത്. ആ മാലക്കാരനും ഇവർക്ക് വേണ്ടുന്ന മാലകളും പൂങ്കുലകളും ഒക്കെ നൽകി ഇവരെ സ്തുതിച്ചു. ആ സന്തോഷത്തിൽ ഭഗവാൻ അനുഗ്രഹിച്ചു. നിരന്തരമായിട്ടുള്ള ഭഗവത് ഭക്തി, അചഞ്ചലമായിട്ടുള്ള ഭഗവത് ഭക്തി നിനക്കുണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. മാത്രമല്ല എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും അവന് നൽകി എന്നും പറയും. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം ചൊല്ലാം. കുബ്ജാമബ്ജവിലോചനാം പതി പുനർദൃഷ്ട്വാംഗരാഗേതയാ ദത്തേ സാധു കിലാംഗരാഗമദദാ സ്തസ്യാ മഹാന്തം ഹൃദി ചിത്തസ്താമൃജുതാമദ പ്രദയിതും ഗാത്രേപി തസ്യാ സ്ഫുടം ഗൃഹ്ണൻ മഞ്ജുകരേണ താമുദനയസ്താവജ്ജഗത്സുന്ദരീം കുബ്ജാമബ്ജവിലോചനാം പതി പുനർദൃഷ്ട്വാംഗരാഗേതയാ ദത്തേ സാധു കിലാംഗരാഗമദദാസ്തസ്യാ മഹാന്തം ഹൃദി ചിത്തസ്താമൃജുതാമദ പ്രദയിതും ഗാത്രേപി തസ്യാ സ്ഫുടം ഗൃഹ്ണൻ മഞ്ജുകരേണ താമുദനയസ്താവജ്ജഗത്സുന്ദരീം. 5-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, നമ്മള് ഈ കഥകളൊക്കെ, ഇപ്പൊ ഈ പറഞ്ഞ കഥകളൊക്കെ നമ്മൾ ഇങ്ങനെ സീരിയൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു കൂനിയാണ് അടുത്ത് ഭഗവാൻ കാണുന്നത്. ത്രിവക്ര എന്നാണ് ആ സ്ത്രീയുടെ പേര്. ആ സ്ത്രീയുടെ കണ്ണുകള് താമര പോലെ മനോഹരമുള്ളതായിരുന്നു. മനോഹരമായിട്ടുള്ള മുഖമായിരുന്നു അവളുടേത്. എന്നാൽ അവൾക്ക് ആകെയുള്ളൊരു കുഴപ്പം, കൂനുണ്ട്. ആ കൂനുള്ള ത്രിവക്ര എന്ന് പേരായിട്ടുള്ള സ്ത്രീ ഭഗവാനും ബലരാമനും ഒക്കെ ചന്ദനം
തുടങ്ങിയ കുറിക്കൂട്ടുകളൊക്കെ സ്നേഹ പുരസ്സരം നൽകി. അപ്പൊ ഭഗവാനില് അവൾക്ക് അതിയായിട്ടുള്ള പ്രേമമുണ്ടായി എന്ന് പറയുന്നത്. അതായത് ഭഗവാനെ കണ്ട മാത്രമല്ല അവൾക്ക് ഒരുപാട് ഇഷ്ടമായി ഭഗവാനോട്. അപ്പൊ ആ ഭഗവാനോട് ഭക്തി പുരസ്സരാണ് ആ കുറിക്കൂട്ടുകളൊക്കെ ഭഗവാനും ബലരാമനും ഒക്കെ ആയിട്ട് നൽകിയത്. അവളുടെ മനസ്സ് ഒട്ടും വക്രതയുള്ളതായിരുന്നില്ല. മനസ്സ് വളരെ പ്യുവർ ആയിരുന്നു ആ ത്രിവക്ര എന്നു പേരുള്ള സ്ത്രീയുടേത്. ഭഗവാനിൽ അനുരാഗമുള്ളവളും ആയി തീർന്നു. അപ്പൊ അവളുടെ മനസ്സ് പോലെ തന്നെ അവളുടെ ശരീരത്തിൽ നിന്നും ആ വക്രത എടുത്തു മാറ്റാൻ ഭഗവാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു എന്നറിയാമോ? ആ ത്രിവക്രയുടെ കാലിൽ ഇങ്ങനെ ചവിട്ടി. കാല് ചവിട്ടി പിടിച്ചിട്ട് താടി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊക്കി. അത്രേ ചെയ്തുള്ളൂ. അവളുടെ കൂന് മാറി. അവൾ തീർത്തും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് മാറി എന്നുള്ളത്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? സീരിയലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു സീന് കണ്ടിട്ടുണ്ട്. വളരെയധികം ഭക്തിപൂർവ്വം ഇരുന്ന് കണ്ടിട്ടുള്ള ഓരോന്നാണ് ഇതൊക്കെ. അപ്പോ അതാണ് 5ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. നോക്കൂ, ഈ ഒരൊറ്റ ദശകത്തിലെ ഈ 5 ശ്ലോകങ്ങൾ കൊണ്ട് എന്തെന്തൊക്കെ കാര്യങ്ങള് ഭട്ടതിരിപ്പാട് വിവരിച്ചു എന്ന് നോക്കൂ. ശ്ലോകങ്ങളും അല്പം വലിപ്പമുള്ളതാണ്. എങ്കിലും അതിൽ ഈ 5 ശ്ലോകങ്ങളിലുള്ളിൽ തന്നെ എത്ര പേരുടെ കാര്യം പറഞ്ഞു. അലക്കുകാരന്റെ പറഞ്ഞു, നെയ്ത്തുകാരന്റെ പറഞ്ഞു, മാലക്കാരന്റെ പറഞ്ഞു, ഇപ്പൊ ഇതാ ചന്ദനം കുറിക്കൂട്ടുകളൊക്കെ കൊടുക്കാൻ വന്ന കൂനുള്ള സ്ത്രീയുടെ കാര്യം പറഞ്ഞു. പിന്നെ അവിടെയുള്ള സ്ത്രീകളുടെ രൂപം എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു. അവരൊക്കെ എങ്ങനെയാണ് ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചിരുന്നത് എന്നുള്ളതും പറഞ്ഞു. അല്ലെ? അപ്പൊ അത്രയും കാര്യങ്ങൾ 5 ശ്ലോകങ്ങൾക്കുള്ളിൽ തന്നെ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ 5ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. പിന്നീട് ഭഗവാൻ കാണുന്നത് ത്രിവക്ര എന്നു പേരുള്ള അംബുജലോചനയായിട്ടുള്ള ഒരു കൂനുള്ള സ്ത്രീയായിരുന്നു. കുബ്ജ എന്ന് പറയുന്നത് കൂനുള്ള സ്ത്രീയായിരുന്നു. ആ സ്ത്രീ ഇവർക്ക് കുറിക്കൂട്ടുകള്, ചന്ദനം തുടങ്ങിയ കുറിക്കൂട്ടുകൾ വളരെ ആദര പുരസ്സരം നൽകി. അപ്പോൾ ഭഗവാനോട് അവൾക്ക് അതിയായിട്ടുള്ള അനുരാഗം ഉള്ളിൽ തോന്നി. അവൾ ഉള്ളിൽ ഒട്ടും വക്രത ഇല്ലാത്തവളായിരുന്നു. അപ്പോ ഉള്ളിലുള്ള ആ അവക്രത പുറമേയും വേണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. എന്നിട്ട് ഭഗവാൻ അവളുടെ കാലിൽ ചവിട്ടി പിടിച്ച് താടി ഇങ്ങനെ പൊക്കി കൈകൊണ്ട് ഇങ്ങനെ ഉയർത്തി മേൽപോട്ടാക്കിയതും അവളുടെ കൂന് മുഴുവനും മാറി. ആഹാ, ആശ്ചര്യം! അവൾ തീർത്തും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയായി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ 5ാമത്തെ ശ്ലോകത്തില്. അപ്പൊ നമുക്ക് ഇത് അല്പം വലിയ ദശകമായതുകൊണ്ട് തന്നെ ഒരു ശ്ലോകത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടും ഈ 5 ശ്ലോകങ്ങൾ വെച്ച് ഞാൻ നിർത്തുകയാണ്. ബാക്കി 5 ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അടുത്ത വീഡിയോ അധികം വൈകാതെ തന്നെ, ഇതിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുത്താതെ തന്നെ വേഗം ഇടാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഇന്ന് ചൊല്ലിയ 5 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. സംപ്രാപ്തോ മധുരാം ദിനാർദ്ധവിഗമേ തത്രാന്തരസ്മിൻ വസന്നാരാമേ വിഹിതാശന സഖിജനൈര്യാത പുരീമീക്ഷിതും പ്രാപോ രാജപദം ചിരശ്രുതിധൃതവ്യാലോക കൗതൂഹല സ്ത്രീ പുംസോദ്യത ഗണ്യ പുണ്യ നികളൈരാകൃഷ്യമാണോനു കിം ത്വത്പാദദ്യുതിവത്സരാഗസുഭഗാസ്ത്വന്മൂർത്തിവത്യോഷിത സംപ്രാപ്ത വിലസത്പയോധരരുചോ ലോലഭവദൃഷ്ടിവത് ഹാരിണ്യസ്ത്വതുരസ്ഥലീവദയിതേ മന്ദസ്മിത പ്രൗഢിവന്നൈർമല്യോല്ലസിതാ കചൗകരുചിവത് രാജത് കലാപാശ്രിതാ താസാമാകലയന്നപാംഗവലനൈർമോദം പ്രഹർഷാദ്ഭുതവ്യാലോലേഷു ജനേഷു തത്ര രജകം കഞ്ചിത് പടീം പ്രാർത്ഥയൻ കസ്തേ ദാസ്യതി രാജഗീയവസനം യാഹീതി തേനോദിത സദ്യസ്തസ്യ കരേണ ശീർഷമഹൃത സോപ്യാപ പുണ്യാം ഗതിം ഭൂയോ വായകമേകമായതമതിം തോഷേണ വേഷോചിതം ദാശ്വാംസം സ്വപദം നിനേത സുകൃതം
को वेद जीवात्मनां मालाभिस्तवकैस्तवैरपि पुनर्मालाकृता मानितो भक्तिं तेन वृतां दिदेशितपरां लक्ष्मीं च लक्ष्मीपते. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ തുടർന്നും കാണണം. ഈ വീഡിയോസ് ഒക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകളിൽ അറിയിക്കുകയും വേണം. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് 74ാമത്തെ ദശകത്തിലെ ബാക്കി ശ്ലോകങ്ങളുമായിട്ട് വരാം. അതുവരെ ഹരിയോ.